നോക്കിക്കേ എന്ത് രസത്തില് ഇവിടുത്തെ ആംബിയൻസ് ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളിനൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ മാർക്കറ്റിൽ കൂടെ ഒക്കെ നടക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ടേ. ബ്ലൂ മൗണ്ടൻ ഒരിക്കലെങ്കിലും വരാതിരിക്കരുത്. മെയിൻ ഡാൻസുകാരി നമ്മുടെ നീരസ് ആണോ, ചൂടാക്കാൻ വേണ്ടിട്ടുള്ള കളിയാ. എങ്ങനെയാ ഹായ്, ഹൈവേ ലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഐദാഹോ ട്രിപ്പിൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ വരുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് ഇതുപോലെ ഒരു അപ്പിയറൻസ് നടത്തിയത് വേറൊന്നുമല്ല. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒത്തിരി പേര് നമുക്ക് കമൻറ്റ് ചെയ്യുന്ന ആ കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്തു. വേറൊന്നുമല്ല, നമ്മുടെ വയോമിങ്ങിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മൾ പഞ്ചായത്ത് പിള്ളേരുടെ കൂടെ തിരിച്ചു വന്ന ട്രിപ്പ് ഉണ്ടല്ലോ, ആ ട്രിപ്പിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞായിരുന്നു തിരിച്ച് വണ്ടി എടുക്കാൻ പോകുന്ന വീഡിയോ ഇടാമെന്ന്. പക്ഷെ അത് നമ്മൾ ഇടാണ്ട് പുതിയൊരു യാത്ര തുടങ്ങിയപ്പോഴത്തേക്ക് അതെന്താ ആ വീഡിയോ ഇടാത്ത, അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ഒന്നും ഇല്ലല്ലോ എന്നുള്ള കമൻറ്റ് ഇട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ് ഇത്. അത് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന വീഡിയോ ചെയ്യാണ്ടിരുന്നത് വേറൊന്നുമല്ല, നമ്മൾ വണ്ടി എടുക്കാൻ പോയതും അവരുടെ കൂടെ തന്നെയായിരുന്നു. അപ്പം വീണ്ടും അവരുടെ കൂടെ തന്നെ ഒരു യാത്ര നമ്മുടെ പ്രേക്ഷകർക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് അറിയാൻ പാടില്ലാണ്ടിരുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെ ആ ഒരു ടെൻഷൻ അല്ലെ നമ്മുടെ പ്രേക്ഷകർക്ക് ആ ഒരു റെപ്പറ്റീഷൻ വീഡിയോ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഒരു സാധനം നമ്മളെ പല വീഡിയോകളും ചെയ്യുന്നതിന് ഒന്ന് പുറകോട്ട് വലിക്കുന്നുണ്ട്. അതിന് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ യൂട്യൂബേഴ്സിന് ഉണ്ടാകുന്ന അത്രയും വ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ ചാനലാണ് നമ്മുടെ. ഈ ആകെ കൂടി നമ്മുടെ റെഗുലർ വ്യൂസ് കിട്ടുന്നത് ഒരു 10K ആൾക്കാരോളമാണ് നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ വ്യൂസ് ആ വ്യൂവർഷിപ്പിലുള്ളത്. അപ്പോൾ ആ 10K ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഓരോ ഇൻട്രസ്റ്റിനെയും അതുപോലെ വാല്യൂ ചെയ്യുന്നു. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ദൈവമേ ആ ഒരു റെഗുലർ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആ ഒരു 10K എങ്കിലും റീച്ച് ചെയ്ത് അവരെ സ്ഥിരമായിട്ട് വരണേ. കാരണം ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒന്നോ രണ്ടോ ആൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ബോറാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്തത് ചിലപ്പോൾ അവർക്ക് റെക്കമെൻഡേഷന് വരികയല്ല, അവർ കാണിയല്ല, നാച്ചുറലി നമ്മുടെ ആ ഒരു വ്യൂവർഷിപ്പ് താഴത്തേക്ക് പോകും. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഒരു വ്യൂവർഷിപ്പിൽ നിന്നൊന്നും വലിയ മോണിറ്റൈസേഷനോ വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതിലുള്ള ആ ആൾക്കാരും അവരുടെ കമൻസും ആ ഒരു പ്രോത്സാഹനം. അപ്പം അത് നമുക്ക് എക്സ്ട്രീം വാല്യുബിൾ ആയതുകൊണ്ട് തന്നെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അല്ല ഓരോ കണ്ടൻറ്റും ചെയ്യുമ്പോഴും നമുക്ക് സംശയം, അദ്ദേഹം ഇത് ബോറടിപ്പിക്കുന്ന കണ്ടൻറ്റ് ആയിരിക്കുമോ, ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയല്ലേ, നമ്മുടെ ഈ 10K നിന്നും വ്യൂവർഷിപ്പ് താന്നു പോവോ എന്നുള്ളൊരു സംശയം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എനിക്ക് പറ്റിയൊരു മണ്ടത്തരമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇപ്പം കമൻറ്റ് സെക്ഷനിൽ കൂടെ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു കമൻറ്റ് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നു അതെൻ്റെ ഒരു അബദ്ധധാരണ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന ട്രിപ്പ് ഞാൻ ചെയ്തില്ല. പക്ഷേ ഇനി മുതൽ നമ്മുടെ മേജർ ഇവൻറ്റ്സ് എല്ലാം കുറച്ചുകൂടെ റെഗുലറായിട്ട് വീഡിയോസ് ഇട്ട് നമ്മുടെ ഡെയിലി ലൈഫിലെ ഓരോ ഹാപ്പനിങ്സും ചെയ്യാമെന്ന് രണ്ടും കൽപ്പിച്ച് അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇച്ചിരി ബോറടിച്ചാലും നിങ്ങൾ എനിക്ക് കമൻസിൽ കൂടെ പറഞ്ഞാൽ മതി. കാരണം ഒറ്റ കമൻസ് പോലും വീഡിയോയുടെ അടിയിലുള്ളത് ഞാൻ മിസ്സാക്കുന്നില്ല. എല്ലാ കമൻസും ഞാൻ പേഴ്സണലി വായിച്ച് ഞാൻ തന്നെയാണ് റിപ്ലൈ തരുന്നത്. അപ്പം ഒരു നമ്മുടെ വീഡിയോനെക്കുറിച്ചും ചാനലിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് അറിയാനുള്ള ഒറ്റ പ്ലാറ്റ്ഫോം ആ ഒരു കമൻറ്റ് സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവരെല്ലാം നിങ്ങൾ ഇപ്പോൾ നമ്മുടെ കണ്ടൻസ് ലാഗ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രീക്വൻ്റായിട്ട് വീഡിയോ ചെയ്യേണ്ട, ഇത് കാണാൻ നമുക്ക് താല്പര്യമില്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മോഡിഫൈ ചെയ്തോളാം. അപ്പം എന്തായാലും നമ്മൾ ആ വണ്ടി എടുക്കാൻ പോയ റിട്ടേൺ ട്രിപ്പ് വീഡിയോ ചെയ്യാണ്ടിരുന്നതിൽ എല്ലാവരോടും ഒത്തിരി സോറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻറ്റ് ആയിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഇനി മുതൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതെ കുറച്ചുകൂടെ റെഗുലറായിട്ട് നമ്മുടെ ലൈഫ് അപ്ഡേറ്റ്സും അല്ലെങ്കിൽ നമ്മുടെ ട്രക്കിംഗ് അപ്ഡേറ്റ്സും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഐദാഹോ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഹായ്, അങ്ങനെ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 3 മണി ആകാറായി. ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാറായിരുന്നെങ്കിലും അർജുൻ ഭായി പറഞ്ഞു കുറച്ചുകൂടെ ഓടിക്കാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ബോർഡറിൽ നമ്മൾ അത്രയും നേരം എണീറ്റിരുന്നത് നമ്മുടെ സമയം പോയതല്ല. അപ്പോൾ ഉറക്കമൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് ശരിയായില്ലല്ലോ.
അങ്ങനെ ഏകദേശം 2 മണിക്കൂറും കൂടെ അർജുമായി ഓടിച്ചു. ഇപ്പം സമയം വെളുപ്പിന് 5 മണിയായി. നമ്മൾ പക്ഷേ മിഷിഗണിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. കാരണം അത്രയും സമയം ബോർഡറിൽ എടുത്തില്ലേ. ഇനിയിപ്പോൾ രാവിലെ പ്രീ ട്രിപ്പൊക്കെ ഇട്ട് പല്ലൊക്കെ തേച്ച് ഒരു ഓട്സ് ഒക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ പയ്യെ വണ്ടി ഓടിക്കാൻ തുടങ്ങുവാണ്. നമ്മുടെ ഒൻറ്റാറിയോ സമയം 5 മണി ആവുന്നുള്ളൂ. വിച്ച് മീൻസ് ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ടൈം സോൺ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും 1 മണിക്കൂറൂടെ പുറകില്ല. അപ്പോൾ കുറേ നേരം കൂടെ എടുക്കും നേരം വെളുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫാമിലി ആയിട്ട്, കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ആഴ്ച ആയി കേട്ടോ, ഞങ്ങളുടെ അവിടെയുള്ള ബ്ലൂ മൗണ്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒരു ട്രിപ്പ് പോയായിരുന്നു. ആ സമയത്ത് നല്ല സ്നോ ഒക്കെ ഉണ്ടായിരുന്നു. ഈ സ്നോ ഉള്ള സമയത്ത് ബ്ലൂ മൗണ്ടൻ പോകാന്ന് പറഞ്ഞാൽ ടൊറന്റോ ഏരിയ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു മസ്റ്റ് ഡു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സ്കീ റിസോർട്ടാണ് ഈ ബ്ലൂ മൗണ്ടൻസ്. അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മൗണ്ടൻസും സ്കീയിങ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ നിറഞ്ഞ ഒരു ചെറിയൊരു വില്ലേജ് തന്നെയാണ് ഈ ബ്ലൂ മൗണ്ടൻ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഒന്ന് കാണാം. നേരത്തേക്ക് നേരം വിളിക്കുകയും ചെയ്യുമല്ലോ. ഹായ്, നമ്മളിപ്പോൾ ബ്ലൂ മൗണ്ടൻ വില്ലേജിലെത്തി. ജസ്റ്റ് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. സ്നോ എന്നൊക്കെ പറഞ്ഞാൽ അതേണ്ട ഇത് ഉണ്ടോ, നമ്മുടെ നാട്ടിൽ മണൽ വാരി കൂട്ടിയിട്ടേക്കുന്ന പോലെ സ്നോ അടിച്ചു കൂട്ടിയിട്ടേക്കുന്നത്. ഇത് കാർ പാർക്കിംഗ് ആണ്. രാവിലെ ഒരു വലിയ സെഷൻ സ്നോഫോൾ കഴിഞ്ഞതുള്ളൂ. ഇതുണ്ടോ, ഇതെല്ലാം സ്നോ ക്ലിയർ ചെയ്ത് വാരി കൂട്ടിയിട്ടേക്കുന്ന. അതേ മുന്നോട്ട് നോക്കി, ഇതാണ് നല്ല കിഡിലൻ ബ്ലൂ മൗണ്ടൻ റിസോർട്ട്. നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. ഇതൊക്കെ ഇതുപോലത്തെ കുറേ താമസിക്കാനുള്ള സെറ്റപ്പുകളെല്ലാം ഇതൊരു വില്ലേജിൻ്റെ ഭാഗമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ കാണുന്നത് ആ മൗണ്ടൻസ് ഒക്കെ കണ്ടോ, അവിടെയൊക്കെയാണ് ആൾക്കാർ സ്കീയിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ റിസോർട്ടുകളിലെല്ലാം താമസിച്ചുകൊണ്ട് അവർക്ക് സ്കീയിങ് ചെയ്യാം. അതെ, നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു ലേക്കായിരുന്നു, നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള. സമ്മറിൽ ശരിക്കും അതൊരു ലേക്കാണ്, പക്ഷേ വിൻ്ററിൽ അതെല്ലാം ഡ്രൈ ആയിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഒരു ട്രെയിലാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് ചെറിയൊരു ട്രെയിൽ എടുക്കാം. നോക്കിക്കേ, ഇവിടെ എല്ലായിടത്തും പോളുകളൊക്കെ വെച്ച് മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ആ ഒരു വൈബ് നിലനിർത്തുന്നുണ്ട്. പിങ്കിയും നീനയും രണ്ടുപേരും കൂടെ അടിപൊളിയായിട്ട് ഡാൻസ് എല്ലാം കളിച്ച് ഫുള്ള് വൈബാ. ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണോ ഡാൻസ് ഒക്കെ കളിച്ച്? മമ്മി ഡാൻസ് കളിച്ചോ, ഒന്ന് ചൂടാവട്ടെ. നല്ല രസമുണ്ടല്ലേ ഫുള്ള് ഈ ഒരു വില്ലേജ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ തന്നെ ആയിക്കോളും. ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ? മോളി മറ്റേ ചുള്ളിക്കമ്പുകളെല്ലാം ഇട്ടിട്ടല്ലേ, കൊള്ളാം. നോക്കിക്കേ, എന്ത് രസത്തിൽ ഇവിടുത്തെ ആംബിയൻസ് ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭയങ്കര ഫെസ്റ്റീവ് മൂഡ്. നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളിനൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ മാർക്കറ്റിൽ കൂടെ ഒക്കെ നടക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ടേ. ഇവിടുത്തെ മെയിൻ ഹോട്ടൽ ഏതാ? മെയിൻ ഹോട്ടൽ ഏതാ? അങ്ങനെ ഉണ്ട്. ആ ഇത് സെറ്റപ്പ് എന്നാന്നറിയോ, ഇത് പല രീതിയിലുള്ള അക്കോമഡേഷനും കാര്യങ്ങളുമായിട്ട് ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന. ഇതിന്റെ ഒരു മേജർ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള ഹോട്ടലുണ്ട്. ഈ ഏരിയ മുഴുവൻ റിസോർട്ടാ. അല്ല നമ്മൾ ഒരു ചെറിയ ബിൽഡിംഗ് അല്ല റിസോർട്ട്. വേണ്ട, അപ്പോൾ ഈ വലിയ ഹോട്ടൽ കണ്ടോ, ഈ ഹോട്ടലിൻ്റെ എൻട്രൻസിൽ ഞാൻ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് വേണ്ട, ഇതിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം ഒരു ലേസർ ലൈറ്റും കൊണ്ട് ഇവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നടക്കുമ്പോഴത്തേക്കും ആ ഏരിയ വരുമ്പോൾ കണ്ടോ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് മാറി നമുക്ക് വഴി തരുകയും നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പ്. അത് കൊള്ളാം കേട്ടോ. അപ്പം സ്നോയൊക്കെ നിറഞ്ഞ് എത്രമാത്രം മോശമായിട്ട് കിടക്കുന്ന ഇതാണെങ്കിലും ആ ലേസർ അടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചില ന്യൂ കാറുകളൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ കാറ് തുറക്കുമ്പോഴത്തേക്കും ആ കാറിൻ്റെ ബ്രാൻഡ് നിലത്തടിച്ചിട്ട് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു സെറ്റപ്പ് തന്നെ ഈ ഹോട്ടലിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ ബ്രാൻഡ് നെയിം പോലെ നിലത്ത് വിസിബിളാണ്. എന്നിട്ട് ഗസ്റ്റ് നേരെ
നമ്മൾ ഡോറ് തുറക്കാൻ വരുമ്പോഴത്തേക്കും, കാരണം ഇതിൻ്റെ മുകളിൽ കൂടെ വേണമല്ലോ പോകാൻ, അപ്പോൾ കറക്റ്റ് നമുക്ക് വേണ്ടിയിട്ട് അതിങ്ങനെ വഴി മാറും. ഇതേണ്ട ഈ കാണുന്നതാണ് ബ്ലൂ മൗണ്ടൻ്റെ വില്ലേജ്. ബ്ലൂ മൗണ്ടൻ വില്ലേജിൻ്റെ ഒരു ചെറിയ മാപ്പ് കേട്ടോ. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള പ്രൈസ് റേറ്റിങ്ങും കാര്യങ്ങളുമായിട്ട് ഈ സ്കീയിങ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും വിസിറ്റ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള അക്കോമഡേഷൻസും കാര്യങ്ങളും ഒക്കെയുള്ള അക്കോമഡേഷൻസും കാര്യങ്ങളും, അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉള്ള ഒരു അടിപൊളി വില്ലേജാണ് ഈ ബ്ലൂ മൗണ്ടൻ വില്ലേജ് എന്ന് പറയുന്ന ഈ ഒരു സ്കീ റിസോർട്ട്. അപ്പം നമ്മൾ നടക്കുമ്പോഴത്തേക്കും മുന്നിൽ കാണുന്ന ചെറിയ ചെറിയ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട ബിൽഡിങ്സ് ഉണ്ടല്ലോ, അതെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ചില റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. നല്ല പിസ്സ ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും ഞാൻ അവിടെ ഒരു ഹോട്ടലിൻ്റെ റിസപ്ഷനിലൊക്കെ കയറി പുറത്തിറങ്ങുമ്പോഴത്തേക്കും എന്താണ്ട് നമ്മുടെ ഗ്യാങ് ഇവിടെ ഉണ്ട് കേട്ടോ. എന്നാടാ കേക്കറി ഇത്? ഓ, ഈ സൗണ്ടിനനുസരിച്ച് ലൈറ്റ് മാറുമോ? വേണ്ട, ഈ കാണുന്ന സാധനത്തിൽ അടിക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി മ്യൂസിക് വരും. അതിനനുസരിച്ച് ആ ലൈറ്റ് പുറകിൽ മാറിക്കൊണ്ടിരിക്കുക. കൊള്ളാല്ലേ സെറ്റപ്പ്? ഇത് പോരാ, അങ്ങ് വെല്ലി ഇതെന്നാ ചുമ്മാ. ഇത് അനങ്ങാൻ പറ്റാത്ത സ്നോ ഏഞ്ചലാ. വേണ്ട, സ്നോ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പിള്ളേരുടെയൊക്കെ മെയിൻ പരിപാടിയാണ് സ്നോ ഏഞ്ചൽ ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. നേരെ നിലത്തേക്ക് അങ്ങ് കിടന്നിട്ട് കൈയും കാലും ഇട്ട് നന്നായിട്ട് അടിക്കണം. അപ്പോൾ വേണ്ട ബട്ടർഫ്ലൈ പോലെ എങ്ങനെ വരും. പക്ഷെ ഇതിപ്പം സ്നോ പെയ്ത് നല്ല ടെമ്പറേച്ചർ എത്രയാണെന്ന് കറക്റ്റ് അറിയത്തില്ല, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്നോ ഏഞ്ചൽ ഇത്രയായി പോയത്. കാരണം കൈ ഇട്ടിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞു. അല്ലടാ ജെയിൻ? Yeah, the snow, it's kind of like wet and snowy weather. There's like a little sheet of ice on top, so I can't move it. So I'm like. ചില പ്രാന്തന്മാരെ കണ്ടോ ഈ മരം തണുപ്പത്ത് വെള്ളത്തിൽ കിടക്കുന്നത്? അല്ല, പക്ഷെ അത് ഹീറ്റഡ് ഇതല്ലേ. ചേട്ടാ, ഇതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള കേട്ടോ ഈ സ്വിമ്മിംഗ് പൂൾസ് എല്ലാം. ഇതെല്ലാം ഹീറ്റഡ് സ്വിമ്മിംഗ് പൂൾസ് ആണ്. അപ്പം അവിടെ കുറേ പേര് സ്വിമ്മിംഗ് പൂളിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും സ്നോ ഏഞ്ചൽ എല്ലാം മേക്ക് ചെയ്ത് പുറത്തേക്ക് പോവാം. സമ്മതിക്കേണ്ട മമ്മീനെ കേട്ടോ. മമ്മി, തണുപ്പ് എങ്ങനെയുണ്ട് മമ്മി? മമ്മി വിചാരിച്ചതിനേക്കാളും ഇച്ചിരി കൂടുതലുണ്ടല്ലേ? ഓക്കെ ആണോ? അങ്ങനെ പിങ്കി മോന്റെ കുറെ നേരത്തെ മോട്ടിവേഷന് ശേഷം നമ്മുടെ നീനൂസും സ്നോ ഏഞ്ചൽ ഉണ്ടാക്കാൻ കിടക്കുവാണ്. വേണ്ട കിടക്കുന്ന സ്നോ. എങ്ങനെയുണ്ടായിരുന്നു ചകര? ഇതിനു മുമ്പ് സ്നോ ഏഞ്ചൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? വേണ്ട കൈ ഉണ്ടോ മമ്മളെ? ഇതുപോലെ ഇരിക്കണം സ്നോ ഏഞ്ചല്. എത്രമാത്രം സ്നോ അടിഞ്ഞുകൂടി കിടക്കുന്നതെന്ന് നോക്കിക്കേ. തണുത്തിട്ട് കയ്യും കാലും ഒക്കെ ഉണ്ടല്ലോ മരയ്ക്കുക കേട്ടോ. കാര്യം ഗ്ലൗസ് ഒക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിലും ഈ ക്യാമറ കൈകാര്യം ചെയ്യാൻ്റെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ ആ സമയത്തെല്ലാം ആ കൈയുടെ ഗ്ലൗസ് വരുവേ. അപ്പോൾ നമ്മളത് പ്രസ് ചെയ്തിട്ട്, അതായത് ക്യാമറ ക്യാപ്ചർ ചെയ്യാനുള്ള പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് സംസാരിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും കൈ മരച്ചൊരു പരിവായി വേദന എടുക്കുമ്പോഴാണ് പിന്നെ തിരിച്ചു വെക്കുന്നത്. വേണ്ട, ഇത് പിസയുടെ ഒക്കെ ഒരു കടയാണ്, ദ ഫയർ ഹോൾ പിസ്സ കമ്പനി. പല വിധത്തിലും തരത്തിലും പെട്ട ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ഫുള്ള് ഫെസ്റ്റീവ് ആക്കിയേക്കുവാ ഈ ഒരു ഏരിയ. നമ്മൾ വന്ന ട്രെയിൽ കാണിച്ചു നോക്കി, ഒരു പോണ്ടിന് ചുറ്റുമോ എവിടുന്ന് കണ്ടാ മനസ്സിലായി? ഞാൻ പറഞ്ഞായിരുന്നേ. വേണ്ട, ഈ കാണുന്നത് ഏതാണ്ട് പിസയുടെയോ മറ്റേ ഏതാണ്ട് ഫാസ്റ്റ് ഫുഡിന്റെ ചെറിയ ഷോപ്പാണ്. ഇത് കളറൊക്കെ അടിച്ച് വൈബ്രന്റ് കളറും പരിപാടികളൊക്കെ ആയിട്ട് എത്ര മനോഹരമായിട്ട് ആ ഫുള്ള് ഏരിയ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇച്ചിരിയോടെ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും എന്താണ്ട് ഇവിടെ ലൗഡ് മ്യൂസിക്കും പരിപാടികളൊക്കെ ആയിട്ട്. എന്നാണ് കേക്കറ? എല്ലാവരും ഡാൻസ് കളിക്കണോ? ആ അതെ, മെയിൻ ഡാൻസുകാരി നമ്മുടെ നീരസാണ് കേട്ടോ. ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാ.
അടിപൊളി. ഓ ഇത് ലൈവ് DJ ആട്ടോ. എല്ലാം കൂടെ മൊത്തത്തിൽ നല്ല കിടുക്കൻ ആംബിയൻസ് ആണ്. ആ കണ്ടില്ലേ DJനെ, അതായത് ഈവൻ എക്സ്ട്രീം സ്നോയ്ക്കകത്ത് ഇവിടെ ലൈവ് DJ ഉണ്ടാവും. വിന്റർ സ്നോ അല്ലെ വിന്റർ DJ സീരീസ് എന്നോ അങ്ങനെയാണ് അതിന്റെ പേര്. അപ്പോൾ ഫുള്ള് പാട്ടൊക്കെ ഇട്ട് എത്ര തണുപ്പത്താണെങ്കിലും നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ച് ഫുള്ള് വൈബ് നമുക്ക് നിലനിർത്താം. അടിപൊളി ആംബിയൻസ്. കണ്ട ഈ മുന്നിൽ കാണുന്ന ചുമല പെയിന്റ് അടിച്ച കട ഉണ്ടോ? ഇത് ബിയൂർ ടൈൽസ് എന്ന് പറയുന്ന ഒരു കടയാണ്. അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുമാതിരി എല്ലാവരും കഴിക്കുന്ന ഒരു ഫുഡാണ്. അതായത് ഒരു പ്രത്യേക പേസ്ട്രി. നമ്മുടെ ഇന്ത്യൻ ഒരു സെറ്റപ്പുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൂരിയില്ലേ, പൂരിയൊക്കെ ഒരു അതല്ല കേട്ടോ സംഭവം, ഡിഫറെൻ്റ് ആവുകയാണ്. പക്ഷേ നമ്മൾ പറയുമ്പോഴത്തേക്കും വേണ്ട പൂരിക്കകത്ത് ചോക്ലേറ്റ് ഒക്കെ തേച്ച് ഡിഫറെൻറ്റ് സാധനങ്ങൾ ഫില്ല് ചെയ്യുന്ന ഒരു സാധനമാണ് ബിയൂർ ടൈൽസ്. എന്തായാലും അകത്ത് നല്ല ക്യൂ ഉണ്ട്. നമ്മുടെ നീനൂസൊക്കെ ഓൾറെഡി ക്യൂവിലുണ്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെന്തായാലും ഓർഡർ ചെയ്തിട്ട് പുറത്തേക്ക് വരട്ടെ. അപ്പോൾ ഈ ബിയൂർ ടൈൽ മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാവിധ ടിം ഹോർട്ടൺസും സ്റ്റാർബക്സും അതുകൂടാതെ പുട്ടിൻ്റെ എല്ലാം ഇഷ്ടംപോലെ ഏത് രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളും ഉണ്ട്. ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുള്ള് ഫെസ്റ്റിവിറ്റികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വില്ലേജ്. നമ്മളെന്നൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്? അപ്പൊ ഇതാണ് ബീവർ ടൈൽസ് അല്ലേ? ശരിക്കും പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കും പൂരിക്കകത്ത് സാധനം തേച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പലർക്കും വിശ്വാസം ഉണ്ടായില്ലല്ലോ. അതെ പിങ്കിമാനെ നോക്കി കറക്റ്റ് മോനിത് ഭ്രാന്താ കേട്ടോ. ഇതാണ് ബനാന രമ എന്ന് പറയുന്നത്. പിസ്താഷ്യോ ഓയോ ഓക്കെ. ഈ ബീവർ ടൈൽ എങ്ങനെ കഴിക്കേണ്ടത് അറിയാം. ഇതൊരു പൗച്ചിലാണ് കിട്ടുന്നത്, ഹാഫ് പൗച്ചിൽ. അതിങ്ങനെ കെയർപ്പാട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വെയിൽ അങ്ങോട്ട് എടുക്കണം. ഇതൊരു പൂരിയിൽ ചോക്ലേറ്റും ബനാന ഇട്ടേക്കുക. എന്നിട്ട് മെസ് ആകാതിരിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ ചോക്ലേറ്റ് പറ്റൂല, ഒരു ബോട്ട് പോലെ. എന്നിട്ട് ഇങ്ങനെ കഴിക്കണ്ട. Or you could do it my way. എങ്ങനെയാ? Messy. അപ്പം ഞാൻ എന്തായാലും ഓർഡർ ചെയ്തിരുന്നത് പിസ്താഷ്യോടെ ഒരു സെറ്റപ്പാണ്. അപ്പം നീനൂസ് പറഞ്ഞ പോലെ നേരെ നമ്മളിങ്ങനെ അങ്ങ് മടക്കുന്നു. കറക്റ്റ് പൂരി തന്നെ കേട്ടോ. നമ്മുടെ പൂരിക്കകത്ത് ഈ പറയുന്ന സാധനം തേച്ചിട്ട് സോസും തേച്ച് നട്ട്സ് ഇട്ട് കഴിക്കുന്ന ആ ഒരു രുചി തന്നെ. എന്തായാലും പിങ്കിമോൻ പറഞ്ഞാൽ കറക്റ്റ് കേട്ടോ. അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് മെസ്സി ഈസ് ഗുഡ് എന്ന്. ഇവിടെ വരുന്നവർക്കുള്ള ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇത് പെയിന്റ് യുവർ ഓൺ പോട്ടറീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഷോപ്പാണ്. 25. സോ ബേസിക്കലി ഇവിടുത്തെ സംഭവം നമ്മൾ ഇതുപോലത്തെ തേണ്ട കളറൊന്നുമില്ലാത്ത ഇഷ്ടംപോലെ പോട്ടറീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ വേണ്ട ഇങ്ങനത്തെ ഈ ടൈപ്പ് പോട്ടറീസ് മേടിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ ടേബിളിൽ തന്നെ ഇവിടെ ഇതിൻ്റെ പെയിൻറ്റും ബ്രഷും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെയിൻറ്റും ബ്രഷും ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഡിസൈനും അടിച്ച് കളറും അടിച്ച് നമുക്ക് പോകാം. ഇതാണ് കടയുടെ പേര്, ക്രോക്കഡൂർ. അല്ലടെ നീനൂസേ, അപ്പോൾ അവർ നമ്മളിത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും അത് ഹീറ്റിംഗ് പ്രോസസ്സിൽ കൂടെ കടന്നു പോകാനുണ്ട്. എന്നാലേ ആ ഗ്ലേസ് ഉള്ള രീതിയിൽ സാധനം അത് ആവുള്ളൂ. അപ്പൊ അത് ടൈം ടേക്കിംഗ് പ്രോസസ് ആണല്ലേ. ഈ രീതിയിൽ നല്ല ഫിനിഷിംഗ് ഉള്ള അടിപൊളി ക്രോക്കറി ആയിട്ട് വരും. അല്ല ചുമ്മാ പെയിന്റ് ചെയ്തിട്ട് നമ്മളങ്ങ് പോകുന്ന സെറ്റപ്പ് അല്ല, നല്ല ഫിനിഷിംഗ് പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ അത് ഇച്ചിരി ടൈം ടേക്കിങ്ങും. വാ
ക്രോക്കറിയിൽ ചെയ്തേക്കണം അല്ലേ? ക്രോക്ക് ഡൂഡിൽ അതിന്റെ പേര്. ഇത് സോസ് ഒക്കെ വിൽക്കുന്ന പെപ്പർ പ്ലേസ് എന്ന് പറയുന്ന ഒരു കടയാണത്. അതിന്റെ താഴെ നിൽക്കുന്നത് നമ്മുടെ പിങ്കിമോനാണ്. മോഡലാണോ? ദേ ഇതുപോലെ എല്ലാ കടകളുടെ മുമ്പിലും വേണ്ട ഇതുപോലത്തെ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ. ഞാൻ ആദ്യം ഓർത്തു ഇത് സൈലോഫോൺ ആണോ, അതായത് പോണ വഴിക്ക് പിള്ളേർക്കൊക്കെ നിൽക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും പാട്ടൊക്കെ കാണിക്കാനുള്ള വല്ല സെറ്റപ്പാണോ എന്നുള്ളത് ഞാൻ ഓർത്തേ. പിന്നീടാണ് മനസ്സിലായത് ഈ സ്കീയിങ്ങിൻ്റെ സാധനങ്ങളുണ്ടല്ലോ, സ്കീയിങ്ങിൻ്റെ സാധനങ്ങൾ അതെല്ലാം വെച്ചിട്ട് കടക്കകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. അല്ലെങ്കിൽ ഇത്രയും വലിയ കമ്പും കോലുമായിട്ട് അവർ കടയിലേക്കൊക്കെ കയറുമ്പോഴത്തേക്കും സ്പേസ് എടുക്കൂലേ, തന്നെയല്ല കാര്യങ്ങളൊക്കെ തട്ടിമറിച്ചിടാനുള്ള സാധ്യതയാവില്ലേ. അപ്പോൾ ആ സ്കീയിങ്ങിൻ്റെ വലിയ നീട്ടത്തിലുള്ള കോലൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഇവർക്ക് കടക്കകത്തേക്ക് കയറാം. അതോടൊപ്പം തന്നെ എഴുതിയിട്ടുണ്ട് തെഫ്റ്റ് ഈസ് എ കൺസേൺ എന്നുള്ളത്. അപ്പം സാധനങ്ങളൊക്കെ കട്ടോണ്ട് പോകാണ്ട് ആൾക്കാർ സൂക്ഷിക്കേണ്ടതാണ്. ക്രിസ്മസ് ഷോപ്പോ? മീനിയേച്ചേഴ്സ് നോക്കിക്കേ, ഇത് ഫുള്ള് മീനിയേച്ചേഴ്സ് സെറ്റ് ചെയ്യുന്നവർക്ക്. ഡാഡി നോ സ്പെഷ്യൽ ഡോട്ടർ നോ Mom. നമുക്കിത് ഓരോന്ന് വാങ്ങിച്ചാലോ, നമ്മുടെ വലുതിലിടാം. എന്ത് രസമായിട്ടോ ഇവര് ഓരോരോ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അല്ലേ. ഞാനിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു വിളി വരുന്നുണ്ട്. ഏതാണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടിട്ടുണ്ടെന്നുണ്ട്. എന്നാടാ ഏക്കരെ ആളല്ലേ? ഓ കൊള്ളാല്ലേ. ഇത് കണ്ടോ, അത് ശരിക്കും ഒരു തടി കെട്ടിയത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നല്ലേ. പപ്പ മമ്മ പിങ്കി. ക്യൂട്ട്. അപ്പം നമ്മൾ ടൊറൻറ്റോയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറാണ് നമുക്ക് ബ്ലൂ മൗണ്ടൻ വില്ലേജസിലേക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങാനും ടൊറൻറ്റോയിലേക്ക് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബ്ലൂ മൗണ്ടൻ വൺസ് ഇൻ എ വൈൽ എങ്കിലും വരാണ്ടിരിക്കരുത്. എല്ലാ സീസണിലും അതിൻ്റേതായ ഭംഗി കീപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ഏരിയ ഇവർ അടിപൊളിയായിട്ട് വെക്കാറുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ സീസണിലും അടിപൊളിയായിട്ട് വിസിറ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഏതാണ്ടൊക്കെ സെറ്റപ്പ് ഉണ്ട്. പക്ഷേ സാധാരണ എല്ലാവരും ഈ പറയുന്ന പോലെ വിൻ്ററിലാണ് വന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് സമ്മറിൽ എന്തൊക്കെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് സമ്മറിലും ആക്ടിവിറ്റീസ് നോക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 3/4 മണിക്കൂറാണ് നമുക്ക് ഇങ്ങോട്ടുള്ളത്. ഇനി വിസിറ്റ് ചെയ്യുന്നവരല്ല, ഇവിടെ കാനഡയിൽ താമസിച്ചിട്ട് ഇതുവരെ ബ്ലൂ മൗണ്ടൻ വരാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. ഇപ്പം ഇവർ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ട്രക്കിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വരാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവരോട് എപ്പോഴും നിങ്ങൾ പൊക്കോ, ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നോക്കി വെക്കണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് എക്സ്ട്രീം തണുപ്പായതുകൊണ്ട് ബീവർ ടൈലും കഴിച്ച് തിരിച്ചു പോയി. ഇത്രയും കുറച്ച് നേരത്തെ വന്നേ. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കറങ്ങുന്നത് ഇപ്പോഴാണ്. അപ്പോൾ എന്തായാലും കാനഡയിൽ അല്ലെ ടൊറൻറ്റോ ഏരിയയിൽ ഉണ്ടായിട്ട് ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണേ. അതായത് ഈ യൂറോപ്പിലേക്ക് മെയിൻ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഈ ഹൈ സ്ട്രീറ്റിൽ കൂടെയുള്ള വിൻഡോ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇത് ഫുള്ള് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ കടകളുടെയും പുറത്തേ കൂടെ ഒരു സ്ട്രീറ്റും നല്ല അടിപൊളി ഗ്ലാസ് വിൻഡോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടും പിള്ളേരുടെയൊക്കെ കൂടെ വിൻഡോ ഷോപ്പിംഗ് എന്നുള്ള രീതിയിൽ നടന്ന് കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും ഇനിയിപ്പോൾ മേടിച്ചില്ലേലും എല്ലാം എൻജോയ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് പോവാം. വെറുതെ അല്ല കേട്ടോ തണുത്ത് വിറയ്ക്കുന്നത്. സംവെയർ അറൗണ്ട് -12 ആണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് തോന്നുന്നു. ഹലോ ഷോപ്പിംഗുകാരെ, ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞോ? Have you ever tried frozen yogurt? Frozen yogurt? No. I'm going to buy one frozen yogurt for everybody. Seriously? Yes. Come. Frozen yogurt, okay. എന്നാടാ എത്ര സെറ്റപ്പ് അവർ തരുമല്ലേ? അല്ല, പിന്നെ ആദ്യം ഒരു കപ്പ് എടുക്കണം, സാധനം ചൂസ് ചെയ്യണം, പേ ചെയ്യണം. ഓ ഓക്കെ. അതേ ഇവിടെ ടിഷ്യൂ ഉണ്ട്. ഓ ഇവിടെ പല ഫ്ലേവേഴ്സ് ഉണ്ടല്ലേ. ഇത് ബ്ലൂബെറി ബ്ലാസ്റ്റും കോട്ടൺ ക്യാൻഡിയും. ഫ്ലേവർ 2 ട്വിസ്റ്റ് ചെയ്യുന്നത്, ഫ്ലേവർ 2. ഓക്കെ. ഇത് സ്വെൽ ടുഗദർ, രണ്ടും കൂടെ സ്വെൽ ടുഗദർ. ഏതാ വേണ്ടത്? ഫുഡിന്റെ കാര്യം വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടല്ലോ, ഞങ്ങൾ 3 പേരും 3 ഡിഫറെന്റ് ഫ്ലേവേഴ്സിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ആകെ പിങ്കിമോനെ മേടിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഏത് മേടിക്കണം എന്നുള്ളത് ഇവിടെ ബഹളമാണ്. സോ ദാറ്റ്സ് എ വെയിറ്റ് കോമ്പിനേഷൻ. വേണ്ട യോഗട്ട് ആ കപ്പിൻ്റെ അകത്ത് എടുത്തു കഴിഞ്ഞിട്ട് അത് വെച്ച് ഈ സാധനമൊക്കെ വെച്ചിട്ട് ഗാർണിഷ് പോലെ ഇട്ട് ടോപ്പ് ചെയ്ത്, അതായത് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പർദീസയായി സെറ്റപ്പ്. A little bit, very little bit. Inside.
That's it. Okay. It's really nice. മോളിലെല്ലാം ലേസർ പിടിപ്പിച്ച് തറയിലേക്കൊക്കെ ഏതാണ്ട് ഈ ഒരു രീതിയിൽ മാജിക്കലായിട്ടാണ് ഫുള്ള് കീപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. യാ ഓക്കെ. പെയിന്റിങ് അല്ലേ? സ്കീയിങ്ങിന്റെ ഒരു പെയിന്റിങ് ആണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. നല്ല പൈസ ആയിരിക്കും ഇവിടുത്തെ ഒരു ആർട്ട് ഗാലറി കേട്ടോ. സ്കീയിങ്ങിന്റെ തീമിലുള്ള ഒരു അടിപൊളി പെയിന്റിങ്. മറ്റ് പല കാര്യങ്ങളും കണ്ടെങ്കിലും ഇതുവരെ നമ്മൾ ഇതിന്റെ മേജർ ഏരിയയിലേക്ക് എത്തിയില്ലല്ലോ. ഇനിയാണ് നമ്മൾ ഇവിടുത്തെ മേജർ ആക്ടിവിറ്റിയിലേക്ക് എത്തുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സ്കീയിങ്ങിൻ്റെ ഏരിയ. അവിടെ സ്കീയിങ് ഒക്കെ ചെയ്യുന്നവർ തന്നെ തെറിച്ച് പോകുന്നുണ്ട്. ഇവിടെ കാണുന്ന റോപ്പ് പോലത്തെ സെറ്റപ്പ് ഉണ്ടോ? ആ റോപ്പ് പോലത്തെ സെറ്റപ്പിൽ കൂടെ ഇവരുടെ സാധനങ്ങളെല്ലാം ആയിട്ട് മുകളിലേക്ക് പോകും, ആ മൗണ്ടൻ്റെ മുകളിലേക്ക്. അവിടുന്ന് അപ്പുറത്തേക്കൂടെ തന്നെ തെറിച്ച് താഴത്തേക്ക് വരും. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അതിൻ്റെ ഇടയിൽ ഇതേണ്ട ഇവിടെ ഒരു ബാറ് കാണുന്നുണ്ട്. നമുക്ക് എന്താണ് സംഭവം എന്നൊന്ന് നോക്കാം. ഹലോ, കോക്ടെയിൽ കഴിക്കാൻ താല്പര്യമുണ്ടോ? വാ മമ്മി എന്തിയാ വാ. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബ്ലൂ മൗണ്ടൻ ട്രിപ്പിൻ്റെ ഫൈനലായിട്ട് നമ്മളിപ്പോൾ ഒരു ബാറിൽ കയറി നോക്കില്ലായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നേരെ പോയി നമ്മുടെ ഗ്യാങ്ങിനെ വിളിച്ചുകൊണ്ട് നമുക്ക് ആ ബാറിൽ പോയി 2 കോക്ടെയിലും കഴിച്ച് പരിപാടി നിർത്താം. അതുപോലെ വേണ്ട ഈ ചുമല കസേരകൾ ഉണ്ടോ? നിങ്ങൾ കാനഡയിൽ ഓൾമോസ്റ്റ് എവിടെ പോയാലും ഈ ചുമല കസേരകൾ കാണുമേ. അതും ഈ സിമിലർ ഡിസൈൻ ആയിട്ടുള്ള സെറ്റപ്പുകൾ. ഈ 1858 എന്ന് പറയുന്ന സീസർ ബാറിൽ ഈ ടൈപ്പിൽപ്പെട്ട ഏതെങ്കിലും സീസേഴ്സ് കുടിക്കാന്നോർത്താണ് നമ്മൾ വന്നത് കേട്ടോ. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവർ സർവീസ് നിർത്തി ക്ലോസ് ആയെന്നും പറഞ്ഞുകൊണ്ട് നമുക്കത് നടന്നില്ല. എനിവേ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബ്ലൂ മൗണ്ടനിൽ നിന്നുള്ള വിശേഷങ്ങൾ. If I stay